എന്ന് വെച്ചാൽ സിദ്ധരാമയ്യ ചെന്ന് അത്രയും തീവ്രമായിട്ട് പീഡനം നടത്തിയില്ല, മറിച്ച് അദ്ദേഹം ഒരു സോഫ്റ്റ് ഹിന്ദു ലൈൻ സ്വീകരിച്ചു. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു കർണാടകയിൽ പോയിക്കൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് വിവാദമായ ഒരു കേസുണ്ട്. ഇദ്ദേഹം പിന്നെ നിയമസഭയിൽ ഗണഗീതം പാടി, DK ശിവകുമാർ. അപ്പോൾ അത് പൊതുവേ മാധ്യമങ്ങൾക്ക് വലിയ ചർച്ചയായെങ്കിൽ പോലും ഇത് സിദ്ധരാമയ്യ വലിയ പ്രാധാന്യം കൊടുത്തില്ല. കാരണം അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്ത് ഇദ്ദേഹത്തെ ഒരു താരമാക്കണ്ട, അല്ലെങ്കിൽ ഇദ്ദേഹം ഹിന്ദുക്കളുടെ പ്രിയപ്പെട്ടവനാവണ്ടെന്ന് കരുതിയിട്ടാവണം. അത് വലിയ വിവാദം ഉണ്ടാക്കാൻ പോയി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, DK ശിവകുമാറിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരുപക്ഷെ പുറത്ത് പ്രകടിപ്പിക്കാത്തതാവാം ഈ ന്യൂനപക്ഷ പ്രീണനം, അമിതമായ ന്യൂനപക്ഷ പ്രീണനത്തെ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുക. ആ വിയോജിപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇദ്ദേഹം 10 MLA ഇദ്ദേഹത്തിൻ്റെ പക്ഷത്തുള്ള 10 MLA ഡൽഹിയിൽ അയച്ചിരിക്കുകയാണ്. അവർ ഇന്നലെ ഡൽഹിയിൽ പോയി. ഇന്ന് KC വേണുഗോപാലായിട്ടും അതുപോലെ തന്നെ AICC നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടന്നു. AICC സെക്രട്ടറിയായിട്ടൊക്കെ ചർച്ച നടന്നു. നാം മുൻകാലങ്ങളിൽ കണ്ടിരിക്കുന്നത് അത് മഹാരാഷ്ട്രയായാലും ഇങ്ങ് കർണാടകയായാലും ഉത്തരാഖണ്ഡ് ആയാലും എല്ലാ സംസ്ഥാനങ്ങളും, ഹിമാചൽ പ്രദേശ് ആയാലും ഈ കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധികൾ വരുമ്പോൾ കൃത്യമായി BJP മുതലെടുക്കുകയും അവിടെ ഒരു പിളർത്തുകയും പാർട്ടിയെ പിളർത്താനുള്ള ശ്രമം BJP നടപ്പിലാക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ കർണാടകയിലെ മിക്കവാറും ആ ഒരു രീതിയിലേക്ക് പോകുമോ? ഇതിനു മുൻപ് മഹാരാഷ്ട്ര നമ്മുടെ മുന്നിൽ ഉദാഹരണമായി തൊട്ടടുത്ത കാലത്തുണ്ട്. അല്ല, BJP ലൈന് കോൺഗ്രസ് സ്വീകരിക്കാൻ നമുക്ക് ഒരിക്കലും കരുതാൻ കഴിയില്ല. കാരണം പിന്നെ BJP ഒരു കഴിഞ്ഞ മാസം ഗുജറാത്തിലെ മുഴുവൻ മിനിസ്റ്റർമാരെ മാറ്റിയിരുന്നു. അതായത് ക്യാബിനറ്റ് മൊത്തം എല്ലാ മന്ത്രിമാരെയും മാറ്റിയിട്ട് പുതിയ ഫേസിന് ആളുകൾ അതിൽ കൊണ്ടുപോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.